ഹലോ നമസ്കാരം, എല്ലാവർക്കും ടൈം പാസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടൈം പാസിൽ നമ്മൾ പരിചയപ്പെടുന്നത് വാട്ടർമാർക്കില്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. camli എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. അതിൽ ക്യാമറ, എഡിറ്റർ, മൈ സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വീഡിയോ എഡിറ്റർ ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന അവിടുന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് എഡിറ്റർ ഓപ്ഷനിലേക്ക് പോവാം. എഡിറ്റർ ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസും ഫോട്ടോസും ഇതിൽ കാണിക്കും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. വീഡിയോയിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യാം. നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യാണ്. വീഡിയോ സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തു. കാരണം ഞാൻ സംസാരിക്കുന്നതിൽ റെക്കോർഡ് ആവത്തില്ല. അപ്പോൾ ഇതിലിപ്പോൾ തീമുണ്ട്. തീം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് തീം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പമുള്ള ആ ടെക്സ്റ്റ്, മൈ വീഡിയോ എന്നുള്ള ടെക്സ്റ്റും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള തീമുണ്ട്. ഇതിൽ കുറേ തീമുണ്ട്. അതിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തീം സെലക്ട് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെയുള്ളത് ഈ ട്രിമ്മിങ് ആണ്. വീഡിയോ നമുക്ക് ആവശ്യമനുസരിച്ച് ട്രിം ചെയ്തെടുക്കാൻ പറ്റും. എവിടെ എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് ട്രിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട്. പിന്നെയുള്ളത് മൾട്ടി മ്യൂസിക്കാണ്. നമുക്കിതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആപ്ലിക്കേഷനിൽ തന്നെ കുറച്ച് മ്യൂസിക് ഉണ്ട്. അത് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് നോക്കാം. നമ്മുടെ ആവശ്യമുള്ള ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ലെങ്ത്ത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞ മാർക്ക് ഉണ്ടാവും. അതിലേക്ക് മ്യൂസിക് വരുന്നതായിരിക്കും. നമുക്ക് അതനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടിക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഉള്ളത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. കാരണം നമുക്ക് ഏത് കളർ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ റെഡ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. പിന്നെ ഉള്ളതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആണ്. ഇതിനകത്ത് 5 ടൈപ്പ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് സെലക്ട് ചെയ്യാം. നമ്മൾ 16:9 സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. പിന്നെ ഉള്ളതിൻ്റെ ടെക്സ്റ്റാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ടൈം പാസ്ന്ന് കൊടുക്കാം. ടൈം പാസ്ന്ന് കൊടുത്തു. ടെക്സ്റ്റിൻ്റെ ഡിസൈന് നമുക്ക് അപ്പിയറൻസ് നമുക്ക് കൊടുക്കാം. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഡയലോഗ് ബോക്സ് വേണേൽ ഡയലോഗ് ബോക്സ് കൊടുക്കാം. പേപ്പർ ആർട്ട് വേണേൽ പേപ്പർ ആർട്ട് കൊടുക്കാം. അങ്ങനെയുള്ള ഏതാ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് ഫോണ്ട് ഉണ്ട്. ഒരു 5-6 തരം ഫോണ്ട് ഉണ്ട്. അല്ലാത്ത നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്കിതിൽ ഫോണ്ട് ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിക്കറാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് സ്റ്റിക്കർ വേണം, എവിടെ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സൂമിംഗ് ആണ്. നമുക്ക് ആവശ്യമുള്ള പാർട്ട് നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും വീഡിയോയുടെ.
നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഓപ്ഷൻ. പിന്നെ ഉള്ളത് ഇതിൻ്റെ റൊട്ടേഷനാണ്. വീഡിയോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണ്ട വെച്ചാൽ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഓപ്ഷൻ. പിന്നെ വീഡിയോയുടെ റിവേഴ്സാണ്. നമുക്ക് വീഡിയോ റിവേഴ്സിലേക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ് നടന്നിട്ട് വീഡിയോ റിവേഴ്സിലേക്ക് വരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഭാഗം നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമേ റിവേഴ്സിലേക്ക് വരത്തുള്ളൂ. നമ്മളിപ്പോൾ ഓക്കെ അടിക്കണില്ല, അതിന് സമയമെടുക്കും. പിന്നെ ഉള്ളതിൻ്റെ സ്പീഡാണ്. വീഡിയോൻ്റെ സ്പീഡ്, ആ റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എത്ര സ്പീഡിൽ വരണമെന്ന് വെച്ചാൽ ആ സ്പീഡിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ എഫക്ട്സ് ആണ്. എഫക്ട്സിൽ നമുക്ക് ആവശ്യമുള്ള എഫക്ട്സ് എടുക്കാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ള എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്പ്ലിറ്റിംഗ് ആണ്. നമുക്ക് വീഡിയോയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ വീഡിയോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മ്യൂസിക് ഫീഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഫംഗ്ഷനാണ് ഇതിലുള്ളത്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.